ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. സംസാരിക്കാനല്ല ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. സ്വാമി ഇപ്പം എന്നെ വിളിച്ചത്. ബീച്ച് റോഡിൽ നിന്ന് ആരുടെ ഒരു ബൈക്കിന്റെ പിന്നിൽ ആ കുട്ടി കയറി പോകുന്നത് കണ്ടെന്ന്. ഓ, സ്വാമിയുടെ വക അടുത്ത കഥ. കള്ളക്കഥയൊന്നുമല്ല. പരുന്തിന്റെ ഓട്ടോറിക്ഷയിൽ പൊന്നുമണി ഒരു ദിവസം കയറിപ്പോയി എന്ന് സ്വാമി പറഞ്ഞത് സത്യമായിരുന്നല്ലോ. അതിനിപ്പോ എന്താ? ഒരു ഓട്ടോറിക്ഷയിൽ അങ്ങനെ എത്രയോ പാസഞ്ചേഴ്സ് കയറും. പക്ഷേ ഒരു ബൈക്കിന്റെ പുറകിൽ കയറി ഒരു പെൺകുട്ടി പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ വ്യക്തിപരമായ അടുപ്പമോ ബന്ധമോ ഉള്ള ആളായിരിക്കണമല്ലോ. ആ, അങ്ങനെ വരട്ടെ. ഇതിപ്പോ സ്വാമി അടുത്ത കഥ മെനഞ്ഞതൊന്നും അല്ല. അവൾ അടുത്ത പുളിങ്കൊമ്പ് പിടിച്ചു, അത്രേ ഉള്ളൂ. അപ്പച്ചി, നീ എന്തിനാടി എന്നോട് ഇങ്ങനെ ചീറ്റുന്നേ? അങ്ങനെ ഒരു കുട്ടിയൊന്നും അല്ല പൊന്നുമണി. എന്റെ പൊന്നു മോളെ, ഇന്നത്തെ കാലത്തെ പെമ്പിള്ളേരാ. ഒന്നാമതെ ചെറിയ പ്രായം, ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണും. ഒരുത്തൻ ചതിച്ചിട്ട് പോയെന്ന് കരുതി അവനെതിരെ കേസ് നടത്താനോ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് ആയുഷ്കാലം മുഴുവൻ കരഞ്ഞോണ്ടിരിക്കാനോ കായലിൽ ചാടി ചാകാനോ ഒന്നും അത് പോവില്ല. എനിക്കൊറ്റ നോട്ടത്തിലേ അതിനെ മനസ്സിലായതാ. ഒരുപാട് ഉയരങ്ങളിൽ ചെല്ലണമെന്ന ഒറ്റ ഒരാഗ്രഹമേ അതിനുള്ളൂ. അതിനുവേണ്ടി ആ കൊച്ചിങ്ങനെ ചിറകടിച്ച് പറക്കും. പറക്കട്ടെന്നേ. കുറച്ച് പറന്നു കഴിയുമ്പോ ചിറക് തളർന്ന് താനേ നിലത്ത് വീണോളൂ. നിങ്ങൾ ഇതൊന്നും കേട്ട് വെറുതെ ടെൻഷൻ ആവാൻ നിൽക്കണ്ട. പറഞ്ഞത് സ്വാമിയല്ലേ, അതുകൊണ്ട് ഇതില് എന്തുമാത്രം വെള്ളം ചേർന്നിട്ടുണ്ടാവുമെന്ന് ഊഹിക്കാൻ പറ്റും. ഊഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അറിഞ്ഞ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇനി എന്തറിഞ്ഞാലും ഞാനോ സ്വാമിയോ പറയാനും പോകുന്നില്ല. അവസാനം ഇക്കാര്യത്തിൽ എൻ്റെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥ വരരുത്. നീ അവിടെ നിന്നേ. എന്താ മൈ? നീ ബൈക്കിലാണോ വന്നത്? ബൈക്കിനോ? ഈ അമ്മായിക്ക് ഇതെന്താ? എനിക്ക് ബൈക്കോ സ്കൂട്ടറോ വല്ലതും ഉണ്ടോ? അതിന് താഴെ ഒരു ബൈക്ക് വന്നു പോകുന്ന ശബ്ദം കേട്ടു. ഞാനെങ്ങും കണ്ടില്ല. ഇതെന്താ ഈ കവറില്? ഞാൻ 2 ജീൻസിന്റെ ഒപ്പൊക്കെ വാങ്ങിയതാ. ജീൻസ് ടോപ്പോ? അതിന് നീ ഇതൊക്കെ ഇടുവോ? ഇടാൻ പോവല്ലേ. പട്ടണത്തിൽ പോകുമ്പോ നമ്മൾ അതിൻ്റെതായ സ്റ്റൈലിൽ പോണം. ഇതിനൊക്കെ ഒരുപാട് കാശാകത്തില്ലേ? നിനക്ക് എവിടുന്ന പൈസ? അത് പിന്നെ അന്ന് അക്ഷര ചേച്ചി തന്ന പൈസയുടെ ബാക്കി ഉണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ദൂർത്തടിച്ച് കളഞ്ഞാലേ എപ്പോഴും ഇപ്പൊ അവളുടെ മുമ്പിൽ കൈ നീട്ടാൻ പറ്റുമോ? ഞാൻ എപ്പോഴും അമ്മായിയുടെ മോന്റെ മരുമോളുടെ മുമ്പിലൊന്നും കൈ നീട്ടാൻ പോകുന്നില്ല. ഈ കോഴ്സ് കഴിഞ്ഞാലുടൻ ഞാൻ എവിടെയെങ്കിലും ജോലിക്ക് കയറും. അഹങ്കാര വർത്താനം പറഞ്ഞാണ്ടല്ലോ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ. അമ്മായി എന്നോട് മൽപ്പിടുത്തം നടത്താതെ എന്തെങ്കിലും കഴിക്കെന്താ? രാവിലത്തെ കൊഴുക്കട്ടയുണ്ട്, അത് ചൂടാക്കി തരാം. കൊഴുക്കട്ടെങ്കിൽ കൊഴുക്കട്ട, ഉരുളൻ കല്ലെങ്കിൽ ഉരുളൻ കല്ല്. വിശന്നിട്ട് വയ്യ. ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. നിരഞ്ജൻ മോനെ. എന്തുണ്ടടാ മക്കളെ വിശേഷങ്ങള്? അക്ഷരമോളെന്തേ? ഇവിടെയുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. എന്താ മോനെ? പൊന്നുമണി വന്നോ? വന്നു. ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. അവള് ബൈക്കിലോ മറ്റോ ആണോ വന്നത്?
താഴത്തെ ഇടവഴിയിലേ ഒരു ബൈക്ക് വന്നു പോകുന്ന ശബ്ദം കേട്ടായിരുന്നു. ഞാൻ ചോദിച്ചു, പക്ഷെ അവള് ബൈക്കിലല്ല വന്നതെന്നാ പറഞ്ഞത്. പിന്നെ എന്തൊക്കെയോ പുത്തൻ ഡ്രസ്സുകൾ വാങ്ങിച്ചോണ്ടാ വന്നത്. അക്ഷരമോള് കൊടുത്ത കാശുകൊണ്ടാണെന്നാ പറഞ്ഞത്. എന്താ മക്കളെ, എന്തേലും കുഴപ്പമുണ്ടോ? ഏയ് ഇല്ല, തൽക്കാലം ഞാൻ വിളിച്ചത് അവൾ അറിയണ്ട. അമ്മയെ ഞാൻ പിന്നെ വിളിച്ചോളാം. ഓ, എങ്ങനെയുണ്ട് എത്തിയപ്പോളെ ശരത്തേട്ടന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ? നിന്റെ ദേവിയേട്ടത്തിക്ക് ആകെ അറിയാവുന്നത് കണ്ണുരുട്ടാനും ഒച്ച വെക്കാനും ഏറിയ ഒന്ന് കൈ അങ്ങാനും മാത്രം. പക്ഷേ ശരത്ത് അങ്ങനെയല്ല. ശരത്ത് കളിക്കാൻ ഇറങ്ങിയ അത് ഒതുക്കത്തെ കളിയാ, മരണക്കളി. ആ, നിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. നീ ഇപ്പൊ ആഗ്രഹിക്കുന്ന എന്താണെന്നും എനിക്കറിയാം. നിന്റെ നാക്കിനെങ്കിലും ദൈവശക്തി തന്നിരുന്നെങ്കിൽ നിനക്കെല്ലാം വിളിച്ചു പറയായിരുന്നു. ദേവിയേട്ടത്തിയെ എങ്ങനെയും രക്ഷിക്കായിരുന്നു എന്നൊക്കെ. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്ന എന്തൊക്കെയാണെന്ന് മോൾക്ക് ഇവിടെ കിടന്ന് കേൾക്കാം. എഴുന്നേറ്റ് വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ എന്നതാ സങ്കടം. എന്തായാലും ദേവിയേട്ടന്റെ കാര്യം കട്ടപ്പുകയാ. കട്ടപ്പുകയെന്നല്ല, കരിന്തിരി കത്തുന്ന ഒരു പാഴ് ജന്മമായി കുറച്ചു നാളോടൊക്കെ അവൾ ഈ വീട്ടിൽ കാണും. പിന്നെ പാടിയിറങ്ങും. പക്ഷേ മൂന്നാം പക്കം അവള് വീണ്ടും ഈ പടി കയറും. അതും ഇവിടെയുള്ള ആരെങ്കിലും അനുവദിച്ചാൽ മാത്രം. എന്തിനാണെന്നറിയാവോ? നിത്യക്കുട്ടിയുടെ ശവമടക്കി പങ്കെടുക്കാൻ.